നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതീവ ദുഃഖകരമായ അതീവ നടുക്കം സൃഷ്ടിക്കുന്ന വാർത്തയാണ് ഇന്ന് രാവിലെ നമ്മളെ പലരെ നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതീവ നടുക്കമുണ്ടാക്കുന്ന അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ നമ്മളെ വരവേറ്റത്. വയനാട് വൻ ഉരുൾപൊട്ടൽ, വലിയ രീതിയിലുള്ള ഒരു അപകടമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. വയനാട് മുണ്ടക്കൈ, ചൂരൽമല എന്നിവിടങ്ങളിൽ വൻ ഉരുൾപൊട്ടലുണ്ടായി. നനച്ചിരിക്കാതെ ഉണ്ടായ അപകടത്തിന്റെ നടുക്കത്തിലാണ് നാട്ടുകാർ. ഉറ്റവരെ കാണാതായ അവരെ കണ്ടെത്താനുള്ള തിടുക്കത്തിലാണ് നാട്ടുകാർ ആയിരിക്കുന്നത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു ആദ്യം ഉരുൾപൊട്ടിയത്. പിന്നീട് 4:10 വീണ്ടും ഉരുൾപൊട്ടി. പ്രദേശത്ത് നിന്നും നിരവധി മൃതദേഹങ്ങളാണ് രാവിലെയോടെ കണ്ടെത്തിയിരിക്കുന്നത്. മരണസംഖ്യ ഇനിയും ഉയരുമെന്ന വിവരമടക്കം പുറത്തു വരുന്നുണ്ട്. നിരവധി വീടുകളാണ് ഒലിച്ചുപോയത്. പ്രത്യേകിച്ച് ഈ ഉരുൾപൊട്ടലുണ്ടായ ഒരു പ്രദേശത്ത് ഹോം സ്റ്റേകൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു. ചാലിയാർ പുഴയിലേക്ക് നാട്ടുകാർ പോയിരിക്കുകയാണ്. കാരണം ഈ ഒലിച്ചുപോയ മൃതദേഹങ്ങൾ അല്ലെങ്കിൽ ഇതെല്ലാം ചാലിയാർ പുഴയിലായിരിക്കാം എത്തുക എന്നൊരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചും രക്ഷാപ്രവർത്തനമൊക്കെ പുരോഗമിക്കുന്നുണ്ട്. ഈ അപകടത്തിൽപ്പെട്ടവരിൽ ഒരാൾ വിദേശിയാണ് എന്നൊരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. 400 കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടത്. 1000-ഓളം പേരാണ് ഈ ഒരു ദുരിതം അല്ലെങ്കിൽ ഈ ഉരുൾപൊട്ടലിന്റെ ദുരിതം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പലരെയും ബന്ധപ്പെടാനാകുന്നില്ല എന്ന് ഉറ്റവർ വിലപിക്കുകയാണ്. ഹോം സ്റ്റേയിൽ നിന്ന് 2 ഡോക്ടർമാരെ കാണാതായിരുന്നു. ഇതിൽ ഒരാളെ പരിക്കുകളോടെ ആശുപത്രിയിൽ എത്തിച്ചു. 8 തൊഴിലാളികളെ കാണാനില്ല എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു ഈ അപകടമുണ്ടായത്. ഒരു നാട് വിലപിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി പേരാണ് പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നത്. മാത്രമല്ല ഈ പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തേക്ക് വലിയ രീതിയിൽ ബാധിച്ചുകൊണ്ട് കനത്ത മഴ തുടരുന്നുണ്ട്. ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള പാലം ഒലിച്ചുപോയി. അതുകൊണ്ട് ഇവിടേക്ക് എത്തിപ്പെടാൻ പ്രതിസന്ധി വളരെ വലുത് തന്നെയാണ്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 20-അംഗ സംഘം മുണ്ടക്കൈയിലേക്ക് പോയിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പാലം തകർന്നതിനാൽ കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടലിന്റെ വ്യാപ്തി സംബന്ധിച്ച വിവരം, അത് എത്രത്തോളം വ്യാപ്തിയുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. പോലീസും ഫയർഫോഴ്സും ജനപ്രതിനിധികളും നിലവിൽ ദുരന്തമുണ്ടായ സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയാണ്. വൈത്തിരി താലൂക്ക്, വെള്ളരിമല വില്ലേജ്, മേപ്പാടി പഞ്ചായത്ത് ഇവിടങ്ങളിലായിട്ടാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ബസ് സർവീസിലും മറ്റുമൊക്കെ വലിയ രീതിയിലുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്താനായിട്ട് ഏകോപിപ്പിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനമൊക്കെ ഏകോപിപ്പിക്കണമെന്ന ഒരു നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഹെലികോപ്റ്ററുകൾ, സൈന്യവും ഈ ഒരു പ്രദേശത്തേക്ക് എത്തും. രക്ഷാപ്രവർത്തനങ്ങൾക്കായി സൈന്യം എത്താനുള്ള സാധ്യതകളുമുണ്ട്. ഹെലികോപ്റ്ററുകൾ തിരിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രദേശത്തെ രക്ഷാപ്രവർത്തനത്തിനായി ഹെലികോപ്റ്ററുകളും തിരിച്ചിട്ടുണ്ട്. വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ താമരശ്ശേരി ചുരം വഴി അത്യാവശ്യ വാഹനങ്ങൾക്കൊഴികെ മറ്റുള്ള വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ചുരത്തിൽ ഗതാഗത തടസ്സമുണ്ടാകാതിരിക്കാനും മുണ്ടക്കൈ രക്ഷാപ്രവർത്തന സാമഗ്രികൾ എത്തിക്കുന്നതിനും ചുരത്തിലൂടെ സഞ്ചാരപാത ഒരുക്കാനും എല്ലാവരും സന്നദ്ധരാകണം എന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. മാത്രമല്ല കോഴിക്കോട് നിന്നുള്ള KSRTC സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. പോലീസ് നിർദ്ദേശത്തെ തുടർന്നാണ് സർവീസുകൾ നിർത്തിവെച്ചതെന്ന് KSRTC അധികൃതർ അറിയിച്ചു. മാത്രമല്ല ഈ ഒരു മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് ദേശീയ ആരോഗ്യ ദൗത്യം കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങൾക്ക് സഹായം ലഭ്യമാകാൻ 9656938689 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. മാത്രമല്ല 8086010833 എന്നീ നമ്പറുകളിലും ബന്ധപ്പെടാവുന്നതാണ് അടിയന്തര സാഹചര്യങ്ങളിൽ. സംഭവസ്ഥലത്ത് കളക്ടർ ഈ ഒരു രക്ഷാപ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നുണ്ട്. സൈന്യത്തിന്റെയും NDRFന്റെ ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ളവരുടെ സഹായമാണ് തേടേണ്ടിയിരിക്കുന്നത്. ദുരന്തത്തിന്റെ വ്യാപ്തി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ ദുരന്തം എന്ന് പ്രഖ്യാപിക്കേണ്ടി വരും. അത്തരത്തിലുള്ളൊരു അപകടം തന്നെയാണ് വയനാട് ഉണ്ടായിരിക്കുന്നത്. ആളുകൾ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ആളുകൾ ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്നതിനപ്പുറം അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന കാര്യം ഇതുവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചിരിക്കുന്നത്. കണ്ണൂർ ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സിന് 2 സംഘം വയനാട്ടിലേക്ക് നീങ്ങുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവർ ഉടൻ തന്നെ വയനാട്ടിലേക്ക് എത്തും. വയനാട് മേപ്പാടി മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിലെ രക്ഷാപ്രവർത്തനത്തിന് ഹെലികോപ്റ്റർ സഹായം കേരളം തേടിയിരുന്നു. സുലൂരിൽ നിന്ന് ഹെലികോപ്റ്റർ എത്തും. മാത്രമല്ല പുഴ കുത്തിയൊലിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപകടം
കൂടുതലായി ബാധിച്ച സ്ഥലത്തേക്ക് പോകുന്നതിന് വേണ്ടിയാണ് ഹെലികോപ്റ്ററിന്റെ സഹായം തേടിയത്. അതുകൊണ്ട് അതിവേഗം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സൈന്യ സഹായം തേടുകയായിരുന്നു. ഒരുപാട് പേരെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്, മൃതദേഹങ്ങൾ ലഭിക്കുന്നുണ്ട്. ഈ ഒരു മരണസംഖ്യ ഉയരുമോ എന്ന ആശങ്ക നിലവിലുണ്ട്. മാത്രമല്ല രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് കാലാവസ്ഥയും പ്രതികൂലം തന്നെയാണ്. ഈ ഒരു ഉരുൾപൊട്ടൽ കേരളത്തിനെ സംബന്ധിച്ച് വലിയൊരു നടുക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു ദുരന്തമായി തന്നെ ഇത് മാറിയിരിക്കുകയാണ്. ഉറ്റവരെ തേടിയും കാണാതായവരെ തേടിയും ഒക്കെ നാട്ടുകാരും അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരുമൊക്കെ അലയുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സാധ്യമാകുന്ന രീതിയിലുള്ള രക്ഷാപ്രവർത്തനമൊക്കെ ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.